സലാം ബുദംസ്. വീട്ടിലാണുള്ളത്. വെള്ളിയാഴ്ചയാണെന്ന്. ബേപ്പു സുൽത്താൻ്റെ എഡിറ്റിംഗ് കഴിഞ്ഞു. അപ്പം നിങ്ങളോടൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. നിങ്ങളോടത് പറയാൻ കാരണം നിങ്ങളാണ് അതറിയേണ്ടത്. നിങ്ങളും അതറിയണം. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം സോളോ സുൽത്താനിലാണല്ലോ ഈ വീഡിയോ വരുന്നത്. സോളോ സുൽത്താനെ സംബന്ധിച്ചിട്ട് വളരെ കുറച്ച് ആൾക്കാർ കാണുന്നൊരു ചാനലാണ്. അതായത് എൻ്റെ ഫാമിലിയാണ്. ആ ഫാമിലി ബേപ്പു സുൽത്താനും എൻ്റെ ഫാമിലിയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി എന്താ പറയുക, ക്ലോസ് ടു ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു കണക്ഷൻ ആയതുകൊണ്ട് തന്നെ എന്നെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സോളോ സുൽത്താനിലെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദിവ്യ ആയാലും കുഞ്ഞനായാലും ഫാമിലി ആയാലും ഒക്കെ. പക്ഷേ ഇതൊന്നും അല്ലാത്ത വേറൊരാളും കൂടി സോളോ സുൽത്താനിൽ കണക്റ്റഡ് ആണ്. ഓഫ് കോഴ്സ് കർണനോ ബക്രോ ഒന്നുമല്ല, ജീവനില്ലാത്ത എന്ന് അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം അവന് ജീവനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രത്തോളം ഇമോഷണലി ഞാൻ കണക്റ്റഡ് ആയിട്ടുള്ളൊരു വെഹിക്കിളിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ചില ആൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്. അതെൻ്റെ കാറിനെ കുറിച്ചാണ്. ബജ്രംഗ് ബലി 800 ആണ്, ഒരു മാരുതി 800 ആണ്. 2000 മോഡലാണ്, 2001 രജിസ്ട്രേഷൻ. അത് ഞാനതിൻ്റെ 4th ഓണറാണ്. അത് എങ്ങനെയോ എൻ്റെ കയ്യിൽ കറങ്ങിത്തിരിഞ്ഞ് വന്നൊരു വണ്ടിയാണ്. എൻ്റെ ആദ്യത്തെ വണ്ടിയാണ്. എനിക്ക് ഒരുപാട് ഇമോഷണലി ബന്ധമുള്ള ഒരു വണ്ടിയാണത്. കാരണം അത് ഞാനൊരു വീഡിയോയിൽ ഇതിന് മുമ്പേ 800നെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ കുറച്ച് മുമ്പേ ചെയ്തിട്ടുണ്ട്. കുറച്ച് മുമ്പേ മീൻസ് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പേ. ജസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 10 വീഡിയോസിനുള്ളിൽ തന്നെ ആ വീഡിയോസ് ഉണ്ടാവും സോളോ സുൽത്താനിൽ തന്നെ. ആ വീഡിയോ അവനെ ഞാൻ ഒന്ന് ആൾട്ടർ ചെയ്ത് കുറച്ചൊന്ന് നീറ്റാക്കി എൻ്റെ കൂടെ ലൈഫ് ടൈം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞൊരു 2 മാസം മുമ്പേ വരെ അങ്ങനെ ഒരു ചിന്തയെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈഫ് ടൈം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവുന്ന ഒരാളായിരിക്കും അത്, അങ്ങനെ ആവണം അത് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതല്ല, ഇപ്പോൾ ഈ ഗവൺമെൻറ് പ്ലാൻസൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ അല്ലാതെ മറ്റ് ചില പ്ലാൻസ് സംഭവിക്കുമല്ലോ. ആ പ്ലാൻസിൽ തകർന്നു പോയ എൻ്റെ ഒരു എന്താ പറയുക, ബിലീഫായിരുന്നു അത്. ഐം ഗോണ മിസ് ഹിം. അതായത് ബജ്രംഗ് ബലി ഇന്ന് എന്നെ വിട്ടു പോവുകയാണ്. ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും, നിങ്ങളെന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നു? നിങ്ങൾ തന്നെ മനഃപൂർവ്വം നിങ്ങളുടെ വണ്ടി കൊടുക്കല്ലേ, പിന്നെ അതിനെന്തിനാണ് ഇമോഷണൽ ടോക്സ്? നമ്മളുടെ സമ്മതത്തോടു കൂടിയാണെങ്കിലും നമ്മളുടെ പൂർണ്ണ ഇഷ്ടത്തോടു കൂടി അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ. ഇതങ്ങനെ ഒന്നാണ്. അതിന് കാരണം ഒരുപാട് കാരണങ്ങളാണ് കേട്ടോ. ഞാൻ ഓരോ കാരണങ്ങളായിട്ട് പറയാം. ആദ്യം അവനെ എന്നെ സംബന്ധിച്ചിട്ട് എന്താണെന്നുള്ളതാണ്. ഞാൻ 2016 ആണ് ഞാൻ ബജ്രംഗ് ബലി എൻ്റെ കയ്യിലേക്ക് വരുന്നത്. എൻ്റെ മാരേജ് കഴിഞ്ഞത് 2016 ആ 2016 മുതൽ വൈഫ് പ്രഗ്നൻ്റ് ആയി എന്നറിയുന്ന സമയം മുതൽ, അതായത് എനിക്കൊരു സ്കൂട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്കൂട്ടറിന് ശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനൊരു വാഹനം വേണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാനൊരു വാഹനം എടുക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയായിരുന്നു അത്, ഒരു തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടി. അത് എൻ്റെ കയ്യിലേക്ക് വന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാറ് വേണമായിരുന്നു. ഓൾറെഡി വൈഫിൻ്റെ അടുത്തൊരു കാറുണ്ടായിരുന്നു, ഒരു A-Star. എനിക്ക് ആ സമയത്ത് കാറില്ല. ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്നത് 2 വീലറിലാണ്. അങ്ങനെ ഒരു കാറ് വേണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനൊരു 800 എടുക്കുന്നത്. എടുക്കുകയാണെങ്കിൽ 800 ആണ് എടുക്കുക എന്ന് എൻ്റെ മനസ്സിലൊരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഡിസൈനും, പിന്നെ അതിന് ഓടിക്കാനൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് എനിക്ക്. അത് എല്ലാവർക്കും ഉണ്ടാവുമോ എന്നറിയില്ല. ബട്ട് എന്നെ സംബന്ധിച്ചിട്ട് അതെനിക്കൊരു ഇമോഷനായിരുന്നു. ഒരു ആദ്യത്തെ വെഹിക്കിൾ അത് 800 ആയിരിക്കണം. കാരണം എൻ്റെ മുമ്പിൽ ഒരു സാൻഡ്രോ ഉണ്ടായിരുന്നു, ഒരു ഓൾട്ടോ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്ത വണ്ടി 800 ആയിരുന്നു. അങ്ങനെ അതെൻ്റെ അടുത്തേക്ക് വന്നു. കുഞ്ഞൻ ആദ്യമായിട്ട് കയറുന്ന വണ്ടി. എൻ്റെ അമ്മയ്ക്കൊരു അസുഖം ഉണ്ടായ സമയത്ത് ഹെഡ്ലൈറ്റൊക്കെ ഇട്ട് ആംബുലൻസ് പോലെ PVS ഹോസ്പിറ്റലിലേക്കും ബിംസിലേക്കൊക്കെ പാഞ്ഞു പോയിരുന്നത് അവനായിരുന്നു. അതിനുശേഷം അഖിലാണ്ട് ബ്രഹ്മത്തിന് ഇതേപോലെ ഡെങ്കിപ്പനി വന്ന സമയത്ത് അവനെയും കൊണ്ട് താമരശ്ശേരി ഇനി പോകാനുള്ള ഹോസ്പിറ്റൽസ് ഒന്നുമില്ല, അവിടെയൊക്കെ ഓടിയത് ബജ്രംഗ് ബലിയാണ്. അങ്ങനെ എന്തൊക്കെ ഒരു സാഹചര്യത്തിൽ എൻ്റെ കൂടെ ഉണ്ടാവോ അപ്പോഴൊക്കെ ഇമോഷണലി എൻ്റെ കൂടെ ഒരിക്കലും എന്നെ റോഡിൽ കിടത്തിയിട്ടില്ല.
ഈവൻ പെട്രോൾ തീരുന്നത് പോലും പെട്രോൾ പമ്പിന് മുമ്പെന്നായിരിക്കും. ഈവൻ ഞാൻ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിട്ട് വെറും ഫിക്ഷൻ അല്ലെങ്കിൽ ഞാൻ തന്നെ കണക്ട് ചെയ്യുന്ന പാറ്റേൺ സീക്കിങ് ബിഹേവിയറായിട്ട് നിങ്ങൾക്കിപ്പോൾ തോന്നുമായിരിക്കാം. സത്യമാണ്. എങ്കിൽ പോലും ഞാൻ പറയാം. നമുക്ക് വെഹിക്കിളിനെ നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയല്ലേ സംസാരിക്കുക. അപ്പം അങ്ങനെയുള്ളൊരു വെഹിക്കിള് എൻ്റെ ലൈഫിൽ ഒരിക്കലും പോകാൻ പാടില്ല. ഞാൻ ഏകദേശം ഒരു 60,000 രൂപയ്ക്ക് ഞാൻ അന്ന് വാങ്ങിയ വണ്ടി ഞാനൊരു 1,15,00,000 രൂപ അതിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു. അവൻ്റെ അപ്പോൾസ്ട്രി വർക്ക്സ് മാറ്റി, എ സി നോർമൽ 800 എ സി മാറ്റിയിട്ട് ഞാൻ ഒരു ആൾട്ടോ കേട്ടൻ്റെ കംപ്രസറും അത് ചില്ലിങ് ആണ് വണ്ടീൻ്റെ ഉള്ളിൽ നമ്മളിരുന്ന് കഴിഞ്ഞാൽ. പിന്നെ പവർ ബ്രേക്ക്, പിന്നെ പവർ സ്റ്റിയറിംഗ് ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ചെയ്തിട്ടുണ്ട്. പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം ചെയ്തിട്ട് ആ വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്. അതിൻ്റെ ബാക്കൊക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് പോകുമ്പോൾ ബാക്കിൽ അച്ഛനും അമ്മയും ഇരിക്കുമ്പോൾ പോലും ആ ഒരു ജർക്കിങ് ഇല്ലാത്ത രീതിയിൽ വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പം, പ്രത്യേകിച്ച് അതൊരു പവർ സ്റ്റിയറിംഗ് വണ്ടി അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് സ്ട്രെയിൻ അതിൻ്റെ മുകളിൽ എടുക്കണം. സോ അതിപ്പോൾ ആ സ്ട്രെയിൻ എടുക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാനത് എടുക്കാറില്ല. തൃശ്ശൂരിൽ നിന്ന് എൻ്റെ എ സ്റ്റാർ, വൈഫിൻ്റെ എ സ്റ്റാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിലാണ് ഞങ്ങളുടെ ഫുൾ യാത്ര. ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ മറ്റേ ഡോക്യുമെൻറ്റിംഗ് ലൈഫിൽ നിങ്ങൾ കാണുന്നത് എ സ്റ്റാർ ആയിരിക്കും. അപ്പോഴും ഒരു കോർണറിൽ നമ്മുടെ ബജറംഗ് ബലി ഉണ്ടാവും. പക്ഷെ അവൻ കുറച്ച് കാലമായിട്ട് ഒരു 6 മാസത്തിൻ്റെ അടുത്തായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കില്ല. എടുക്കും, സ്റ്റാർട്ട് ചെയ്യും, തിരിച്ചിടും എന്നല്ലാതെ വണ്ടി എടുക്കുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് വൈഫ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സാഹചര്യം ആയതുകൊണ്ട് തന്നെ 800-ൽ പോകുന്നതിനേക്കാളും സേഫ് എ സ്റ്റാറിലാണ് എന്നുള്ളത് എല്ലാവരും പറയുന്നു. ഈവൻ ഞാനും അത് അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവനെ ശ്രദ്ധിക്കാതെ ഒരു സ്ഥലത്ത് ഇടുമ്പോൾ നമ്മൾ ഈ പഴയ വണ്ടികൾ ഒരിക്കലും നമുക്കിങ്ങനെ ഉപയോഗിക്കാത്ത ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റില്ല. അതതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക. അപ്പം നമ്മുടെ ഇഷ്ടത്തിൻ്റെ പുറമെ, പ്രത്യേകിച്ച് ഇവനൊരു പഴയ വണ്ടിയാണ്, എൻ്റെ ഇഷ്ടത്തിനെ മാത്രം കണ്ടുകൊണ്ട് എൻ്റെ ഫാമിലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് അവൻ. അപ്പോൾ അതിനെതിരെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കുറ്റം പറയുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റാത്ത പോലെ ഒരു ഫീലിംഗ് വരില്ലേ. കുറ്റമായിട്ട് പറയുന്നതല്ല, പക്ഷെ എന്നാലും അവന് ചെറിയ എന്തെങ്കിലും വർക്ക് വരുന്ന സമയത്ത് വർക്ക്ഷോപ്പ് കൊണ്ടുപോകുന്നു. കാരണം വേറെ പുതിയ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ, പുതിയ വണ്ടി വാങ്ങിയവരുടെ ബുദ്ധിമുട്ട് അവർക്കേ അറിയൂ. പക്ഷേ പഴയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ മുകളിലൊരു 1000 രൂപയാണ് ചിലവാക്കുന്നത് എങ്കിലും അത് നമ്മളെ സംബന്ധിച്ചിട്ട് അതൊരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്നൊരു സാധനമാണ്. പക്ഷേ എല്ലാവർക്കും ആ സാധനം കണക്റ്റ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെ ഇതൊരു പരിധി കടന്നപ്പോൾ, പൊറുതി മുട്ടി തുടങ്ങിയപ്പോൾ ഞാനും ചിന്തിച്ചു തുടങ്ങി, ശരിയാണ്, ഇനി ഇത് വേണ്ട, വേറൊരാ, കാരണം ഞാൻ 10 വർഷമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിട്ട് ഞാൻ എൻ്റെ 27-ാമത്തെ വയസ്സ് മുതൽ അവൻ എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം 36 കടന്നു, 37-ലേക്ക് എത്തുമ്പോൾ ഈ 10 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാലയളവാണ്. എനിക്ക് തോന്നുന്നു ഈ സെക്കൻഡ്സ് വണ്ടീസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് വേറൊരു വണ്ടി ഉണ്ടെങ്കിൽ, അതിനുള്ള സ്പേസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിലൊക്കെ നല്ലൊരു കാര്യമാണ്, ഒരു ഹോബിയാണത്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ഹോബി അതല്ല. പിന്നെ ഇതെൻ്റെ ലൈഫിൻ്റെ പാർട്ടായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ഒന്നാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇത് ഇടാം. പക്ഷേ അങ്ങനെ കാണാതിരിക്കാനും എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് കുറച്ച് ഇമോഷണലി പ്രോബ്ലംസൊക്കെ ഇത് കാരണം വരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിയത് കൊണ്ട് ഞാൻ കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അതും എൻ്റെ സർക്കിൾസിൽ ഇത് കൊടുക്കാനേ പാടില്ല. എൻ്റെ കൺമുമ്പിൽ ഇനി ഇത് വരരുത്. വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചെടുക്കും എന്നുള്ളൊരു പേടി എനിക്കുള്ളത് കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അതൊരു പോസ്റ്റായിട്ടിട്ടു. എൻ്റെ പ്രൊഫൈലിലല്ല, ഫേസ്ബുക്ക് മാർക്കറ്റിൽ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു രാത്രി കൊണ്ട് ഏകദേശം 100-ൽ കൂടുതൽ മെസ്സേജ് എനിക്ക് വന്നു. അത് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരിക്കലും ഒരാൾ, അതായത് മറ്റുള്ള ചിലരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടുന്ന ഒരു പോസ്റ്റാണെന്ന് ആലോചിക്കണം. അതിൻ്റെ കൂടെ ഞാനും കൂടി ബോധ്യപ്പെടണം. അതായത് ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു, പക്ഷെ അതാരും വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് വണ്ടി ഇവിടെ തന്നെ എന്ന് എനിക്ക് പറയാൻ വേണ്ടി. ഒരിക്കലും ഒരു 800-ന് ചാർജ് ചെയ്യുന്നതിൻ്റെ മുകളിൽ ഞാൻ അതിന് ചാർജ് ചെയ്തു. അത്രയും വർക്ക് ഞാൻ അതിൻ്റെ മുകളിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ പോലും അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് കൂടുതലും മെസ്സേജസ് വന്നത്. പക്ഷെ അതിൽ തന്നെ ചില ആൾക്കാർ ഇതിൻ്റെ അലോയ് കൊടുക്കുമോ, അതിൻ്റെ ഒരു കഷ്ണം മുറിച്ച് കൊടുക്കുമോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മളത്രയും ഇഷ്ടത്തോടെ ഉള്ളൊരു വണ്ടി കഷ്ണം മുറിച്ച് കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ല. അത്തരം മെസ്സേജസ് ഞാൻ അവോയ്ഡ് ചെയ്തു. പക്ഷേ കുറേ പേര് ഇത് എടുക്കാൻ റെഡിയാണ്. അതും അവൻ്റെ റിന്യൂവൽ വരികയാണ് നവംബറിൽ.
അപ്പോൾ അത് വരുന്ന സമയത്ത് ഏകദേശം 10,000 റുപ്പീസിനടുത്ത് റിന്യൂവൽ വരും. ഞാൻ ഈ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ഞാനത് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു കാര്യം. കഴിഞ്ഞ 2 പ്രാവശ്യം ഞാനത് ചെയ്യുമ്പം എനിക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുമ്പം എനിക്കങ്ങനൊരു എതിരഭിപ്രായങ്ങൾ വരുന്നു. സോ ഇനി അത് വേണ്ട എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചിട്ട് ഇന്ന് ടുഡേ 25th ഞങ്ങൾ പിരിയാണ്. അപ്പോൾ അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടേക്ക് ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 5:30 ആകുമ്പോൾ ഇവിടെ എത്തുമെന്ന് പറയുന്നു. എന്നെ സംബന്ധിച്ചിട്ട് ഈ സമയം ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു 2 മണിക്കൂർ എന്നെ സംബന്ധിച്ച് ക്രൂഷ്യലാണ്. ആ 2 മണിക്കൂറേ എനിക്കിനി എൻ്റേത് എന്നുള്ള രീതിയിൽ അവൻ്റെ സീറ്റിലിരിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവും. സോ അവനിപ്പോൾ ഉള്ളത് ഫ്ലാറ്റിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അവൻ്റെ ചെയ്യാവുന്ന വർക്കുകളൊക്കെ മാക്സിമം ചെയ്തു കൊടുത്തു. മീൻസ് ഒരു വർക്കും അല്ല, മെക്കാനിക്കൽ വർക്കും ഇലക്ട്രിക്കലും. ഞാനൊരു കാർബറേറ്റർ പുതിയത് കയറ്റിയിട്ട് കണ്ടീഷനാക്കി വെച്ചിരിക്കുന്ന വണ്ടിയാണ്. അത് ഞാൻ അവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് പോകണം. ബേബിക്ക് അറിയില്ല ഇന്ന് ഇതിനെ കൊണ്ടുപോകുന്ന കാര്യം, അല്ലെങ്കിൽ കൊടുക്കുന്നതല്ല. പോസ്റ്റ് ഇട്ടൊക്കെ ആൾ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. പക്ഷേ അവൾക്കറിയില്ല. അപ്പോൾ അവളോടൊന്ന് പറയണം ഇന്ന് ബജറംഗ് പോവുകയാണെന്നുള്ളത്. കുഞ്ഞവിടെ ഇല്ല, കുഞ്ഞൻ സ്കൂളിലാണ്. അവനോടെങ്ങനെ പറയും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. സോ ആ ഒരു സിറ്റുവേഷനാണ്. അത് നിങ്ങളോടല്ലാതെ വേറെ ആരോടെ ഞാൻ പറയാം. ബാക്കി ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. മീൻസ് അവിടേക്ക് പോകുന്നു, അവനെ കാണുന്നു, അവർ ആരൊക്കെയാണ് വരാൻ പോകുന്നത്, അവർക്കിനി കണ്ടിട്ട് എങ്ങനെയാണ്. അവർക്ക് ഒരു 90% ഓക്കെയാണ്. വണ്ടീൻ്റെ വീഡിയോസും കാര്യങ്ങളും അവർ കണ്ടു, വണ്ടി കണ്ടു. ഇനി അവർക്കൊന്ന് റൺ ചെയ്ത് നോക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സോ നമുക്ക് ബാക്കി കണ്ടുകൊണ്ടിരിക്കാം. ഹലോ, ഒരു കാര്യം. ഇന്ന് ബജറംഗ് പോവും. കൊണ്ടുപോവോ? കാസർഗോഡുള്ള ചെക്കന്മാരല്ലേ, കൊണ്ടുപോവാണോ അതൊക്കെ വെറുതെ കാണാൻ വരുന്നതാണോ? ഇവരവിടെ നിന്ന് പോകുന്നുണ്ട്. അവർക്ക് ഏകദേശം റണ്ണിങ് ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് കൊണ്ടുപോകും. അയ്യോ, അല്ല അപ്പൊ കുഞ്ഞനെ കണ്ടില്ലല്ലോ. കുഞ്ഞൻ എനിക്ക് സ്കൂളിൽ നിന്ന് വരാൻ സമയമായില്ല. സാറില്ല. അതിപ്പോൾ ഇന്നിപ്പോൾ അവരിപ്പോൾ കൊണ്ടുപോകാനല്ല, അവരെന്തായാലും ഒരു 5-5:30 ആവും വരാൻ. അപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയിട്ട് വണ്ടി കാണിച്ച് റെഡിയാക്കിയിട്ട് ഇങ്ങോട്ട് പോരണം. ഇങ്ങോട്ട് വരുമോ? ഈ റൂട്ട് വരുമോ? ഇല്ല, എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സെയിൽ ലെറ്ററും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിനിവിടെ മറ്റേ ഡ്രൈവിംഗ് സ്കൂളിൽ പോകണം. ബേപ്പൂർ ഡ്രൈവിംഗ് സ്കൂളിൽ കാണിക്കാൻ പറ്റുമോ? കാരണം ഏട്ടൻ്റെ ഇമോഷൻ മാതിരിയല്ല, അതിൻ്റെ ഇമോഷൻ വേറെ. കാണാണ്ട് പറയാണ്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഇല്ല. അവനോട് ഞാൻ എപ്പോഴെങ്കിലും പോകുന്നുള്ളത് അറിയാം അവന്. പക്ഷെ ഇന്ന് പോകുന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഇതില്ല. നോക്കാം. ഞാൻ എന്തായാലും ബേപ്പൂരേക്ക് വരുന്നുണ്ട് തിരിച്ച്. അപ്പോൾ വരുമ്പോൾ ഞാൻ വിളിക്കാം. അവർ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരും ഉണ്ടാവും. വേറെ ആൾക്കാർ ഇരിക്കുന്നത് കാണണ്ടേ? വേറെ ആൾക്കാരിരിക്കാ പറഞ്ഞാൽ ഞാൻ പോവല്ലേ. പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ ഏട്ടനല്ലാണ്ട് വേറെ ആരെയും കണ്ടിട്ടില്ലല്ലോ. അതെ, ഞാൻ എൻ്റെ ഒരു സമാധാനത്തിനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതെ, ബജറംഗ് ബലി ഇന്ന് പോവുക. ബജറംഗ് ബലീനെ കാസർഗോഡ് നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോകും. ഇവിടെ അല്ലേ, ഉടുമ്പ്രയിലാ. എന്തായിണ്ട്? എന്തായിണ്ട്?
അറിയില്ല എന്നല്ല, അച്ഛൻ കൊടുക്കട്ടെ. വിഷമണ്ടോ? വിഷമമുണ്ട്. നോക്കട്ടെ, ഇങ്ങോട്ട് വാ കുഞ്ഞാ, ഇങ്ങോട്ട് വാ. എന്തിനാ കരയുന്നടാ? കരയണ്ട. അയ്യേ, അച്ഛൻ ചിരിക്കുന്നു വിചാരിച്ചിട്ടല്ലേ? അതെ, എന്തിനു കരയുന്നേ? എന്തിനാ കരയുന്നത്? ഇവിടെ വേറെ വാങ്ങുമല്ലോ. വേറെ വാങ്ങൂടാ? എന്താ കൊടുക്കണ്ടേ? പറയ്. ഇങ്ങനെ ഒന്ന് കാണണോ? ഇതിനൊന്നുകൂടി കാണണോ? ഒന്നുകൂടി പോണോ? അതില് പോണോ? എന്താ പച്ച കൊണ്ടുപോകണോ? എന്നാ അമ്മയ്ക്ക് ബാഗ് കൊടുക്കും. ഇപ്പം പോവാ. അവൻ്റെ ഹെൽമെറ്റ് അവിടെ ഉണ്ട്. എന്നാ ഹെൽമെറ്റ് ഇട്ടിട്ട് വരും അങ്ങോട്ട്. എടാ അങ്ങോട്ട് കരയല്ല, ഹെൽമെറ്റ് ഇട്ട് വരും. ഇപ്പൊ പോയരാ. അല്ല, അച്ഛോട്ട് വെയിറ്റ് ചെയ്യാം, ആ ഡ്രസ്സ് മാറ്റി വരും. ചെല്ലു. സത്യം പറഞ്ഞ അവൻ കരയുന്ന ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. അത് ഇമോഷണലി കുറച്ചും കൂടി എനിക്കെങ്ങനെയാണോ അതേപോലെ തന്നെ അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു സ്റ്റിൽ. പക്ഷെ അവൻ കരയുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം അവന് മറച്ച് വയ്ക്കാനുള്ള കഴിവില്ല. അപ്പോൾ ഞാൻ അവനെ വെയിറ്റ് ചെയ്യാണ്. അവനും കൂടി വരണം എന്ന് പറഞ്ഞു. ഒരു റൈഡും കൂടി, ലാസ്റ്റ് റൈഡ് പോകണം എന്ന് പറഞ്ഞു. നോക്കാം, എന്തായാലും വരട്ടെ. ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് പോകണേ. പറഞ്ഞു വന്നപ്പോൾ എല്ലാവരും കൂടി വരേണ്ടി വന്നു. ബൈക്ക് എടുത്ത് വെച്ചു, കാറെടുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അവരിപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. മാങ്കാവിലേക്ക് ബസ്സിൽ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പോയിട്ട് അവരെ പിക്ക് ചെയ്ത് കൊണ്ടുവരണം. ബാക്കി ഓരോ അപ്ഡേറ്റ്സ് പറയാം. കൊണ്ടുപോയിക്കോട്ടെ, അവര് കൊണ്ടുപോയിക്കോട്ടെ. കൊണ്ടുപോവണം. അച്ഛൻ പറഞ്ഞിട്ട് ഒരു വരികയല്ലേ? രണ്ട് ചേട്ടന്മാര് അവർക്ക് വേണമെന്ന് പറഞ്ഞു. വേറെ കാറ് ഒരു അന്വേഷിച്ചപ്പോ ഒരു ബജറംഗോലി കണ്ടു. ബജറംഗോലി കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അവര് വരാന്ന് പറഞ്ഞത്. ഇന്നലെ വണ്ടി കൊണ്ടുപോയിട്ട് ഏകദേശം രാത്രിയായി, ഒരു 10:30 ഒക്കെ ആയി അവർ പോവാൻ. ഇന്നിപ്പോൾ രാവിലെ നല്ല മഴയാണ്. ഞാൻ ഇന്നലെ വന്നിട്ട് ബാക്കി എല്ലാം പറയണമെന്ന് വിചാരിച്ചായിരുന്നു. മീൻസ് എൻ്റെ അനുഭവങ്ങൾ. പക്ഷേ അതിന് പറ്റിയൊരു മൂഡിലായിരുന്നില്ല. ഏതൊക്കെയോ ഒരു എന്താ പറയുക, ഒരു ശൂന്യത. ഒരു കാറിൻ്റെ മുകളിൽ അങ്ങനൊരു ഇമോഷൻ ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ടത് വെറൊരു കാറായിരുന്നില്ല. അത് പോകുമ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞു. ഞാൻ കുഞ്ഞനെയും ബീവിനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുവെങ്കിലും ആ മൊമെൻറ്റിൽ ഞാൻ ആരും വിളിച്ചില്ല. അവർ ഫ്ലാറ്റിലിരിക്കുന്ന സാഹചര്യത്തിലാണ് കാർ കൊണ്ടുപോയത്. പക്ഷെ ബീവിക്ക് മനസ്സിലായി ഇമോഷണലി ഞാൻ എത്രത്തോളം ബ്രേക്ക് ഡൗൺ ആണ്. ലൈഫിൽ നമ്മുടേതല്ലാത്ത ചില ഡിസിഷൻസ്, ചില സാഹചര്യങ്ങളിൽ നമ്മൾ
എടുക്കേണ്ടി വരും. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതിൻ്റെ ഒരു ഹാങ് ഓവറാണ്. ഗ്രാജുവലി അത് മാറും. കാരണം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ വെള്ള കളർ 800 കാണുന്ന സമയത്ത് ഭയങ്കര ഒരു മിസ്സിങ്. കാരണം മറ്റേത് ഞാൻ പോകുമ്പോൾ എപ്പോഴും ഒരു കാറ് കാണുമ്പോൾ എൻ്റെ വണ്ടി വീട്ടിലുണ്ട്, അല്ലെങ്കിൽ ഇതിനേക്കാളും ചുള്ളനാണ് എൻ്റെ വണ്ടി എന്നൊക്കെ ഞാൻ പലപ്പോഴും തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മീറ്റിയോർ ഓൺ ചെയ്യുന്നുണ്ട്, ഒരു പൾസറുണ്ട്, വേറെ ഏത് വണ്ടികളാണെങ്കിലും ഞാനത് നിർത്തിയിട്ടിട്ട് നോക്കിക്കാറൊന്നുമില്ല. പക്ഷെ ബജ്രംഗ് ബലി കഴിഞ്ഞ 10 വർഷമായിട്ട് എവിടെയെങ്കിലും ഞാൻ കൊണ്ടുപോവുകയാണെങ്കിലും അവിടെ നിർത്തിയിട്ടിട്ട് ഞാനൊന്ന് മാറി ഇങ്ങനെ ഒന്ന് നോക്കും. എന്നിട്ട് ഞാൻ തന്നെ പറയും എന്തൊരു ഭംഗിയാണ്. ബീവി കളിയാക്കും തന്നെ, കാരണം നമുക്കറിയാം നമ്മളെ വണ്ടി, പക്ഷെ ഇനി നമ്മൾ തന്നെ പറയുകയാണെങ്കിലോ. പക്ഷെ അവൻ ക്യൂട്ടായിരുന്നു. വേറെ എല്ലാ 800 കാണുമ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് എൻ്റെ വണ്ടി ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഇനി അത് എൻ്റെ വണ്ടി എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും അത് പോയി. കുഞ്ഞിന് പിന്നെ ആ ഒരു മൊമെൻറ്റിലുണ്ടായിരുന്നൊരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അവനറിയില്ലല്ലോ അതിൻ്റെ കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ആദ്യത്തെ വെഹിക്കിൾ, ആഗ്രഹിച്ച് വാങ്ങിയൊരു വെഹിക്കിൾ. അപ്പോൾ അത് ഞാൻ കൊടുക്കുമ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇപ്പം നിങ്ങൾ എടുത്തോ, പിന്നീട് നിങ്ങളിത് മറ്റൊരാൾക്ക് കൊടുക്കുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ ആദ്യം എന്നെ വിളിക്കണം. അപ്പോൾ ചിലപ്പോൾ എനിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ അതെനിക്കൊരു സ്ഥലത്ത് എടുത്ത് വയ്ക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് ചെയ്യും. അപ്പോൾ നിങ്ങൾ വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്നെ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. പക്ഷെ അപ്പോൾ തന്നെ മൂപ്പര് പറഞ്ഞില്ല, ഫാമിലിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരാൾക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അത് പോയി. ഇനി എൻ്റെ ലൈഫിൽ അവനില്ല. ബജ്രംഗ് ബലി ഒരു സ്വപ്നമായി മാറി, മീൻസ് ഒരു ഓർമ്മയായി മാറി. സ്വപ്നമായിരുന്നു, അത് യാഥാർത്ഥ്യമായി. ഇപ്പം അതൊരു ഓർമ്മയാണ്. ഓർമ്മ മീൻസ് വേറെ ഒന്നും അതിൻ്റെ ഒരു തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സോ ഡീറ്റെയിൽസോ ഒന്നും ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എൻ്റെ കയ്യിലില്ല. പഴയ ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നു, അതിന് വർക്ക്ഷോപ്പിലുണ്ട്. ഞാൻ അവനെ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന വർക്ക്ഷോപ്പുണ്ട്, അവിടെ അത് വെച്ചിട്ടുണ്ട്. മൂപ്പർക്കും അറിയാം വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം അങ്ങനെ കൊണ്ടെടുക്കുന്ന വണ്ടി ആയാലും അത് ഒറ്റയ്ക്കലും ഏത് വണ്ടി ആ വർക്ക്ഷോപ്പിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെടുത്ത് മാറ്റിയിട്ട് നമ്മളെ വണ്ടി മഴ കൊള്ളാതെ എടുത്തു വയ്ക്കുമായിരുന്നു. സോ മൂപ്പർക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട്. ഈ എങ്ങനെയാണ് സഹിക്കുന്നത് നടന്നപ്പോൾ രാവിലെ ഞാൻ RC കണ്ടു കൊടുക്കാൻ നേരത്തിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ വഴിയില്ല, അത് പോട്ടെ, നല്ലതിനായിരിക്കും എന്ന് വിചാരിച്ചു. സ്റ്റിൽ അങ്ങനെ തന്നെ വിചാരിക്കുന്നു. എന്തായാലും പോകുന്ന വഴിക്ക് ചിലപ്പോൾ കുറച്ച് വിഷമം അവനും ഉണ്ടാവും. നല്ല മഴയാണപ്പോൾ ആ ഒരു വിഷമം പ്രകൃതിയിലേക്കും പടർന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കാവ്യാത്മകമായിട്ട് പറയാം. എനിവേ അത് വിട്ടിട്ടുണ്ട്. സോ ഇത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഇന്നലെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ എന്നാലും അതിന് പറ്റിയൊരു മൂഡിലായിരുന്നില്ല. ഞാൻ ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ എത്താൻ. ഇന്നലത്തെ ഡോക്യുമെൻ്റ് ലൈഫ് കണ്ടപ്പോൾ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഞാൻ 12 മണിക്കാണോ അപ്ലോഡ് ചെയ്തത്. സോ ഇതാണ് സ്റ്റോറി. ഓക്കെ.